മകരസംക്രാന്തി സ്പെഷ്യൽ ബ്രാഹ്മണ അഗ്രഹാരങ്ങളിലെല്ലാം തയ്യാറാക്കുന്ന പൊങ്കലാണ് നമ്മളുടെ ഇന്നത്തെ വീഡിയോ. അതിനായി ഇതേപോലെ ഒരു കപ്പ് പച്ചരി എടുത്തിട്ടുണ്ട്. ഒരു 100 ഗ്രാം പച്ചരി, ഒരു 30 ഗ്രാം ചെറുപയർ പരിപ്പ് വറുത്തതാണ്. ഇത് രണ്ടും കൂടി മിക്സ് ചെയ്ത് നന്നായി ഒന്ന് കഴുകിയെടുക്കാം. ആദ്യം പൊങ്കലിനുള്ള അരി വേവിക്കാനായി നമ്മളൊരു പാത്രത്തിലേക്ക് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. അത് നന്നായി വെട്ടി തിളച്ചതിന് ശേഷം വേണം നമ്മൾ കഴുകി വെച്ച പച്ചരിയും ചെറുപയർ പരിപ്പും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. എപ്പോഴും പച്ചരി വെക്കുമ്പോൾ നന്നായി വെള്ളം തിളച്ചതിന് ശേഷം മാത്രമേ അരി ഇടാൻ പാടൂ. ഇതിലേക്ക് ആവശ്യമായ മസാല തയ്യാറാക്കുന്നതിനായി ഞാനൊരു പാൻ അടുപ്പിൽ വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് 1 സ്പൂൺ കുരുമുളക് ഇട്ട് കൊടുക്കുക. ഒരു നുള്ളി ജീരകവും ചേർത്ത് നന്നായി ഒന്ന് നമുക്ക് ഫ്രൈ ആക്കി എടുക്കാം. എണ്ണയൊന്നും ഒഴിക്കാതെ വേണം ഇത് ഫ്രൈ ആക്കി എടുക്കാൻ. ചൂടായി കഴിഞ്ഞു നമുക്ക് തീ ഓഫ് ചെയ്യാം. ഒന്ന് ചതച്ച് എടുക്കുകയാണ് വേണ്ടത്, നൈസായിട്ട് പൊടിക്കേണ്ട. പൊങ്കലിനുള്ള ചോറ് നന്നായി തിളച്ച് കഴിഞ്ഞു. ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക. പലതരം പൊങ്കലുകളുണ്ട്. നമ്മൾ തയ്യാറാക്കുന്നത് ഹൽദി പൊങ്കലാണ്, മകരസംക്രാന്തിക്ക് വേണ്ടി. അപ്പോൾ ചോറ് നന്നായി തിളച്ച് കഴിഞ്ഞു, മഞ്ഞൾപ്പൊടിയും ഇട്ടു. ഇനി ഇതിലേക്ക് പാകത്തിന് ഉപ്പിട്ട് കൊടുക്കുക. ഉപ്പ് ഒരല്പം നേരത്തെ ഇട്ട് കൊടുക്കണം കേട്ടോ, അല്ലെങ്കിൽ ചോറ് വേഗം കുഴഞ്ഞു പോകാതിരിക്കാൻ വേണ്ടി ഉപ്പിട്ട് കഴിഞ്ഞാൽ പിന്നെ ചോറ് കുഴയില്ല. അതേപോലെ ഉപ്പിടുമ്പോൾ അല്പം കൂടുതൽ ഉപ്പും കൂടി ഇടണം. കാരണം ഇതിൽ വെള്ളം ഉണ്ടല്ലോ, കഞ്ഞിവെള്ളം നമുക്ക് ഊറ്റി കളയേണ്ടതാണ്. അത് കാരണം ഒരല്പം കൂടുതൽ ഉപ്പും കൂടി ഇട്ട് കൊടുക്കണം. ചോറ് വെന്ത് കഴിഞ്ഞു, നമുക്കിനി ഒന്ന് വാർത്തെടുക്കാം. പാൻ ചൂടായി കഴിഞ്ഞു. ഇതിലേക്ക് കുറച്ച് ബട്ടർ ഇട്ട് കൊടുക്കാം. ബട്ടർ നന്നായി ഉരുകിക്കഴിഞ്ഞു. ഇതിലേക്ക് കുറച്ച് കശുവണ്ടി ഇട്ട് കൊടുക്കാം. കശുവണ്ടി മൂത്ത് കഴിഞ്ഞു. ഇതിലേക്ക് നമ്മൾ പൊടിച്ച് വെച്ച കുരുമുളകും ജീരകവും കൂടി ഇട്ട് കൊടുത്ത് തീ ഒന്ന് ഓഫ് ചെയ്യുക. ചെറുതായി ഒന്ന് ചൂടാക്കാം. ആ ചൂട് മതി. ഈ കൂട്ടിലേക്ക് നമ്മളുടെ പൊങ്കലിൻ്റെ റൈസ് ഇട്ട് കൊടുക്കുക. നന്നായി ചേർത്തൊന്ന് ഇളക്കുക. മകരസംക്രാന്തി സ്പെഷ്യൽ ഹൽദി പൊങ്കൽ തയ്യാറായി കഴിഞ്ഞു. 150 ഗ്രാം നാളികേരം ചുരണ്ടിയതും ഒരു 50 ഗ്രാം ശർക്കരയും കൂടി വെച്ചിട്ടുണ്ട്. ഇത് രണ്ടും കൂടി കൈകൊണ്ട് ചേർത്ത് നന്നായി ഇളക്കി യോജിപ്പിക്കുകയാണ് വേണ്ടത്. ആദ്യം ഈ പൊങ്കലിന് നമ്മൾ ഈ ഒരു ചേരുവ ചേർത്തിട്ടാണ് കഴിക്കുന്നത്. ശർക്കരയും നാളികേരവും കൂടി ചേർത്തിളക്കി കഴിഞ്ഞു. പൊങ്കലും ഈ നാളികേരക്കൂട്ടും കൂടി ചേർത്ത് കഴിക്കുകയാണ് വേണ്ടത്. എല്ലാവരും ഈ മകരസംക്രാന്തിക്ക് ഇങ്ങനെ ഒരു പൊങ്കൽ തയ്യാറാക്കി നോക്കുക. ചാനൽ കാണുക, സപ്പോർട്ട് ചെയ്യുക. എല്ലാവർക്കും നല്ല ഒരു ദിവസം ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം. താങ്ക്